സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആദ്യമേ തന്നെ പറയുകയാണ്, ഇവിടെ എത്തിച്ചേർന്ന ഈ മഹാസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും എത്തിച്ചേർന്നതിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത്, പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വന്ന ഈ വലിയ വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം നമ്മൾ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് വരെ നമ്മളോടൊപ്പം നിന്ന നമ്മുടെ മുഴുവൻ ആളുകൾക്കൊക്കെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ വാദോരാതെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളതുകൊണ്ട്, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കേവലം ഒരു മൃഗശാലയല്ല, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആരംഭിച്ച ചോദ്യം, ഇത്ര വലിയൊരു പാർക്കിന് നിങ്ങൾ ലൈഫ് ഫണ്ടിൽ നിന്ന് എങ്ങനെ പണം ചെലവഴിക്കുന്നു? ഞങ്ങൾ അന്ന് പറഞ്ഞു, എത്ര വിമർശനങ്ങൾ ഉന്നയിച്ചാലും കേരളത്തിന്റെ മണ്ണിൽ ഈ യാഥാർത്ഥ്യമായത് കിഫ്ബി എന്ന ഫണ്ടിന്റെ ലഭ്യമായ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ഈ പാർക്കിന്റെ സംഘാടക സമിതിയുടെ പ്രധാനം നൽകി സ്വീകരിക്കുന്നു. തൃശ്ശൂരിലെ അതിന് പുറമെ സോളാർ ഈ മേഖലയിൽ
ഈ പാർട്ടി എല്ലാവരും സമർപ്പിക്കുകയാണ്. ആ സമർപ്പത്തിൽ പൂർണ്ണമായി പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും പദ്ധതികളെ ആദ്യം സമർപ്പിച്ചതായി ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് തൃശ്ശൂർ നിവാസികളുടെ ഒരു സ്വപ്നം. സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ 10 ദിവസങ്ങളായി തന്നെ നിങ്ങൾ ഇതിൻ്റെതായ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയുണ്ട്. അതിൻ്റെ സമാപനം നിലക്കാണ് വൻപിച്ച ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത്. 4 പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു. അതിനാണ് 5000 കോടി രൂപ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ശാക്തീകരണത്തിനായി സർക്കാർ മുഖേന ചെലവഴിക്കുന്നതാണ്.